لك مريم مالياس طيبوزو مورانا में मुबारक तो अपने से वंबारा भीरो दब कर से मोरा यीशु मसीह ओ मुर्तु मरियम बसुल्तो ये में दालो हो ओइलो पाय हाथो ये होशो वब कुल ये दो वब शो सोद मो താനാമേ. ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൽ പ്രിയരെ, കുവൈറ്റ് സെന്റ് ഗ്രിഗോറിയോസ് ഇന്ത്യൻ ഓർത്തഡോക്സ് മഹാ ഇടവകയുടെ ആത്മീയ ജീവകാരുണ്യ പ്രസ്ഥാനമായ മാർ ബസേലിയോസ് മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ വിശുദ്ധ 15 നോമ്പിനോട് അനുബന്ധിച്ച് വെർച്വൽ കൺവെൻഷൻ ക്രമീകരിച്ചിരിക്കുന്നു. പരിശുദ്ധ സഭയിൽ ആയിരിക്കുന്ന അഭിവന്യ പിതാക്കന്മാരും വന്യ വൈദിക ശ്രേഷ്ഠരും ഈ വിശുദ്ധ വചന ശുശ്രൂഷ നയിക്കുകയും ചെയ്യും. പ്രതിസന്ധിയുടെ ഈ കാലഘട്ടത്തിൽ വചന ശുശ്രൂഷ നാം ഏവരെയും പ്രത്യാശയിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. ഈ കൺവെൻഷന്റെ പിമ്പിൽ പ്രവർത്തിക്കുന്ന എല്ലാ സംഘാടകരെയും ദൈവകരങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളേവരെയും ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ ഈ വചന ശുശ്രൂഷയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പരിശുദ്ധ മാതാവിന്റെ മധ്യസ്ഥത നാം ഏവർക്കും കോട്ടയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആദിമുതലെന്നേക്കും തന്നെ ആമേൻ. തന്റെ സ്തുതികളാൽ ആകാശം ഭൂമി നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങൾ ഹോശാന. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവരും പരിപാലിക്കുന്നവരും വാഴ്ത്തപ്പെട്ടവരാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷയും നമസ്കാരവും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളായ ഞങ്ങളോട് കരുണയുന്ന മിശിഹാ രാജാവേ, നിനക്ക് സ്തുതി. ബാറക്കുമോ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം എന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ. പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടി സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവായ യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യവർത്ത മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.
ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ, ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ. ആശുതന്റെ കൂടെ വാഴ കാക്ഷിച്ചിടുന്നേ, ആശുതന്റെ കൂടെ വാഴ കാക്ഷിച്ചിടുന്നേ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. എന്റെ പാപമെല്ലാം തന്റെ യാഗത്താൽ നീക്കി, എന്റെ ശാപമെല്ലാം താൻ വഹിച്ചതാ. പോക്കി എന്റെ പാപമെല്ലാം തന്റെ യാഗത്താൽ നീക്കി, എന്റെ ശാപമെല്ലാം താൻ വഹിച്ചതാ. ഓർക്കും തോറും സ്നേഹമെന്നിൽ വർദ്ധിച്ചിടുന്നേ, ഓർക്കും തോറും സ്നേഹമെന്നിൽ വർദ്ധിച്ചിടുന്നേ. പാർക്കുന്നേവൻ കൂടെ വാഴാനെന്ത് സാധ്യമോ, പാർക്കുന്നേവൻ കൂടെ വാഴാനെന്ത് സാധ്യമോ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. എന്നു തീരുമെന്റെ കഷ്ടമിന്നി വന്നിലേ, അന്നു മാറുമെന്റെ ദുഃഖം നിശ്ചയം തന്നെ. എന്നു തീരുമെന്റെ കഷ്ടമിന്നി വന്നിലേ, അന്നു മാറുമെന്റെ ദുഃഖം നിശ്ചയം തന്നെ. അന്നു തന്റെ ശുദ്ധരത്തു പാടിയാക്കുമേ, അന്നു തന്റെ ശുദ്ധരത്തു പാടിയാക്കുമേ. എന്നെനിക്കു സാധ്യമോ മഹൽ സമ്മേളനം, എന്നെനിക്കു സാധ്യമോ മഹൽ സമ്മേളനം. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. നല്ലവനെ വല്ലഭനെ പൊന്നു കാന്തനെ, അല്ല തീർപ്പാനെന്നു വന്നു ചേർത്തിടുമെന്നേ. നല്ലവനെ വല്ലഭനെ പൊന്നു കാന്തനെ, അല്ല തീർപ്പാനെന്നു വന്നു ചേർത്തിടുമെന്നേ. തുല്യമില്ല മോദത്തോട് വീണകളെ നീ, തുല്യമില്ല മോദത്തോട് വീണകളെ നീ. ഹല്ലേലൂയ ഗാനം പാടി വാണിടുവാനാ, ഹല്ലേലൂയ ഗാനം പാടി വാണിടുവാനാ.
യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ, ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ. ആശുതന്റെ കൂടെ വാഴാൻ കാക്ഷിച്ചിടുന്നേ, ആശുതന്റെ കൂടെ വാഴാൻ കാക്ഷിച്ചിടുന്നേ. സ്നേഹവാനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയപിതാവാം ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സന്ധ്യയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവിൻ്റെ പെരുന്നാൾ കൊണ്ടാടപ്പെടുന്ന ഈ കാലത്ത് നിൻ്റെ മുമ്പാകെ ഒരുമിച്ച് കൂടാൻ നീ ഞങ്ങളെ ഇടയാക്കുന്ന കരുണയ്ക്കായിട്ടും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷയെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. പലവിധമായ ഭാരങ്ങളാലും പ്രയാസങ്ങളാലും കഷ്ടതകളാലും നിരാശയിലും കഴിയുന്നവർക്ക് ഒരനുഗ്രഹമായി തീരുവാൻ, സന്തോഷമായി തീരാൻ, പ്രത്യാശയായി തീരാൻ നിന്റെ വചന മുഖാന്തരം ഇടയാക്കണമേ. വചന ശുശ്രൂഷ നിർവഹിക്കുന്ന നിന്റെ ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ ആത്മാവിൽ നിന്റെ ജനത്തിന് ആവശ്യമായത് നൽകുവാൻ തക്കവണ്ണം നിന്റെ മകനെയും ബലപ്പെടുത്തണമേ. ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. എല്ലാം നിന്റെ തിരുനാമ മഹത്വത്തിനാക്കി തീർക്കണമേ. സകലതും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമ മഹത്വത്തിനായിട്ട് തന്നെ. ആമേൻ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കുവൈറ്റ് സെൻറ്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് വലിയ പള്ളി ഇടവകയിൽപ്പെട്ട മുൻ കാതോലിക്കയായിരുന്ന വന്യ ബസേലിയോസ് ഗീവറീസ് ദിദിയൻ ബാവായുടെ നേതൃത്വത്തിലുള്ളതായ മൂവ്മെൻ്റാണ് ഈ നോമ്പിനോട് അനുബന്ധിച്ചുള്ള ഈ കൺവെൻഷൻ പ്രോഗ്രാം ക്രമീകരിച്ചിരിക്കുന്നത്. വളരെ ഉചിതമായി എനിക്ക് തോന്നുന്നു ഈ അവസരത്തിൽ ഈ കൂട്ടായ്മ ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നതിൽ. ഓഗസ്റ്റ് മാസം 1-ാം തീയതി മുതൽ 15-ാം തീയതി വരെയുള്ള 15 ദിവസം നീണ്ടു നിൽക്കുന്നതാണല്ലോ മാതാവിൻ്റെ നാമത്തിൽ തിരുസഭ ആചരിച്ചു വരുന്ന ശൂനോയോ നോമ്പ് കാലഘട്ടം. ഈ നോമ്പ് കാലഘട്ടം മാതാവിനോട് കൂടുതൽ അടുത്ത് നിന്ന് മാതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുവാനും മാതാവിൻ്റെ മഹത്വത്തെ ദർശിക്കുവാനും മാതാവിൽ കൂടി നാം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഗ്രഹിക്കുവാനും ഈ ദിവസങ്ങൾ നാം ഉപകാരപ്പെടുത്തുകയാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. ഓർത്തഡോക്സ് സഭകൾ മാതാവിന് അത്യുന്നതമായ സ്ഥാനവും പദവിയും നൽകി ആദരിക്കുമ്പോൾ ക്രിസ്തീയ സഭാവിഭാഗങ്ങളിൽ തന്നെ മാതാവിൻ്റെ സ്ഥാനങ്ങളൊന്നും അംഗീകരിക്കാൻ കഴിയാതെ മാതാവിനെ പല വിധത്തിലും തരം താഴ്ത്തിക്കൊണ്ട് മാതാവിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന ക്രിസ്തീയ വിഭാഗങ്ങളും ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ ഈ അവസരത്തിൽ വിസ്മരിക്കുന്നില്ല. മാതാവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഒരു ചിത്രീകരണവും മാതാവിൻ്റെ സഭാ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ക്രിസ്തീയ സഭയുടെ ആദിമകാലത്തുള്ള ഇടപെടലിനെക്കുറിച്ചുമെല്ലാം വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വേദഭാഗമാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ മാത്രമാണ്
ഇത്ര മഹത്തരമായ ഈ വിഷയം സുവിശേഷത്തിൽ ചേർത്തിരിക്കുന്നത്? സമവീക്ഷണ സുവിശേഷങ്ങൾ എന്ന് വിളിക്കുന്ന വിശുദ്ധ മത്തായി, മർക്കോസ്, ലൂക്കോസ്, ഈ 3 സുവിശേഷകരും ഈ സംഭവം രേഖപ്പെടുത്തുന്നില്ല എന്നുള്ളതും നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എനിക്ക് തോന്നുന്നത് കാനായിലെ കല്യാണപ്പന്തലിൽ നടന്ന കർത്താവിൻ്റെ രക്ഷണ്യ പ്രവർത്തനത്തിലേക്കുള്ള കാൽവയ്പ്പിനെക്കുറിച്ച് വളരെ കഴിഞ്ഞ ശേഷം മാത്രമായിരിക്കും ശ്ലീഹന്മാരും ആദിമ സഭയിലെ ചിന്തകരും പഠിക്കുകയും അന്വേഷിക്കുകയും ചെയ്തത് എന്നാണ്. അതുകൊണ്ടായിരിക്കാം അവസാനം എഴുതപ്പെട്ട 4-ാമത്തെ സുവിശേഷത്തിൽ ഈ സംഭവം വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വിശുദ്ധ യോഹന്നാൻ എഴുതുന്നത്. വിശുദ്ധ മത്തായിയുടെയും ലൂക്കോസിൻ്റെയും സുവിശേഷത്തിൽ മാത്രമാണ് മാതാവിൻ്റെ ജനനത്തെക്കുറിച്ചും ഗബ്രിയേൽ മാലാഖയുടെ വചനിപ്പിനെക്കുറിച്ചും എല്ലാം നാം വായിക്കുന്നത്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിലാകട്ടെ അത്തരം കാര്യങ്ങളെ പരാമർശിക്കുന്നില്ല. അതുപോലെ തന്നെ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലും മാതാവിൻ്റെ ജനനത്തെക്കുറിച്ചോ ഗബ്രിയേൽ മാലാഖയുടെ വചനിപ്പിനെക്കുറിച്ചോ ഒന്നും പറയാതെ വിശുദ്ധ യോഹന്നാൻ തൻ്റെ സുവിശേഷം എഴുതുന്നതായിട്ടാണ് നാം വായിക്കുന്നത്. എന്നാൽ വളരെ പ്രധാനപ്പെട്ട മാതാവിനെക്കുറിച്ചുള്ള ഈ സംഭവം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് നാം ഓർക്കുകയും വേണം. പ്രിയപ്പെട്ടവരെ, ആ വേദഭാഗം ഇപ്പോൾ ഇവിടെ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നതാവും. 3-ാം നാൾ ഗലീലയിലെ കനാവിൽ ഒരു കല്യാണമുണ്ടായി. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. വീഞ്ഞു പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവനോട്, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിലെന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. മതി. ഒരു ഭാഗം ഇപ്പോൾ നാം വായിച്ചു. അത് സംബന്ധിച്ച വിശദീകരണങ്ങൾ കേട്ടതിന് ശേഷം നമുക്ക് അടുത്ത ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. ഇവിടെ ആരംഭിക്കുന്നത് 3-ാം നാൾ ഗലീലയിലെ കനാവിൽ ഒരു കല്യാണമുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പലപ്പോഴും പിറ്റേം നാൾ എന്നിങ്ങനെയുള്ള പദപ്രയോഗം 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ 2-ാം അധ്യായം ആരംഭിക്കുമ്പോൾ 3-ാം നാൾ എന്ന പദമാണ് ആ വാക്യത്തിൻ്റെ ആദ്യ വാക്കായി നാം വായിച്ചു കേൾക്കുന്നത്. ആഴ്ചവട്ടത്തിൻ്റെ 3-ാം നാൾ എന്നാണ് ആ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് വേദ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം അറിയപ്പെടുന്നത് സ്പിരിച്വൽ ഗോസ്പൽ എന്ന നിലയിലാണ്. കാരണം അതിലെ വസ്തുതകൾ വളരെ ക്രമീകൃതമായും അടുക്കായും ചിട്ടയായും അച്ചട്ടായിട്ട് എഴുതി നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അതേസമയത്ത് ആവശ്യമായ എല്ലാ വിവരങ്ങളും നമുക്ക് ലഭിക്കത്തക്കവണ്ണം വളരെ മനോഹരമായ ഒരു രീതിയാണ് ഈ സുവിശേഷത്തിൽ യോഹന്നാൻ സ്വീകരിച്ചിരിക്കുന്നത്. 3-ാം നാൾ ഗലീലയിലെ കനാവിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെക്കുറിച്ചും യേശുവിൻ്റെ അമ്മയെക്കുറിച്ചും ഈ സുവിശേഷത്തിലും മറ്റേതെങ്കിലും സുവിശേഷങ്ങളിലോ അല്ലെങ്കിൽ ഭാഗങ്ങളിലോ പറയുമ്പോഴൊക്കെ നാം വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവിടെയെല്ലാം ആദ്യം യേശുവിൻ്റെ കാര്യം പറഞ്ഞിട്ട് രണ്ടാമതാണ് അമ്മയുടെ കാര്യം പറയുന്നത്. എന്നാൽ ഇവിടെ ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഇപ്പോൾ നാം വായിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭാഗത്ത് മാത്രം ആദ്യമേ
അവൻ്റെ മാതാവിൻ്റെ കാര്യം, അമ്മയുടെ കാര്യം പറയുകയും ചെയ്യുന്നു. അതാണ് നിങ്ങൾ കേട്ടത്. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം അമ്മയുടെ കാര്യം പറയുന്നത് മറ്റുള്ള സന്ദർഭങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അമ്മയുടെ പേര് പറഞ്ഞിട്ടാണ് ഇവിടെ മകനിലേക്ക് വരുന്നത്. മറ്റെല്ലായിടത്തും മകനിൽ കൂടി അമ്മയിലേക്ക് എത്തുമ്പോൾ ഇവിടെ അമ്മയിൽ കൂടി മകനിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു രീതി നാം പ്രത്യേകമായി കാണേണ്ടിയിരിക്കുന്നു. യേശുവിനെയും അവൻ്റെ ശിഷ്യന്മാരെയും കല്യാണത്തിന് വിളിച്ചിരുന്നു. ഈ വിവാഹം നടക്കുന്ന ഭവനം യേശുവുമായി ബന്ധമുള്ള ഒരു കുടുംബമായിരുന്നു എന്ന് വേണം വിചാരിക്കാൻ. കാരണം യേശുവിൻ്റെ അമ്മയ്ക്കും അവിടെ വലിയ ഒരു സ്ഥാനം ഉണ്ടായിരുന്നതായിട്ടാണ് നാം കാണുന്നത്. 1-ാം അധ്യായം വായിക്കുമ്പോൾ ഈ കാലമായപ്പോഴേക്കും യേശുവിന് അവനെ അനുഗമിക്കുവാൻ, അവൻ്റെ പിന്നാലെ വന്ന് അവൻ്റെ ശിഷ്യത്വം സ്വീകരിക്കുവാൻ കുറേ പേരെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞിരിക്കുകയാണ്. തൻ്റെ യോർദാൻ നദിയിലെ 30-ാമത്തെ വയസ്സിലെ സ്നാനത്തിന് ശേഷം ഒരു റബ്ബി അല്ലെങ്കിൽ ഗുരു എന്ന നിലയിൽ യേശുവിനെ സ്വീകരിക്കുവാൻ വളരെ കൂടുതൽ ആളുകൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഈ സംഭവം നടക്കുന്നതെന്ന് 1-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. പരിശുദ്ധ പത്രോസ് ലീഹായും അന്ത്രോസ് ലീഹായും ഇതിനോടകം കർത്താവിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചു കഴിഞ്ഞു. ഫിലിപ്പോസും നഥാനിയേലുമെല്ലാം യേശുവിൻ്റെ അടുക്കിലേക്ക് അടുത്ത് വരുന്നതായി നാം 1-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുന്നത് യേശു അന്നറിയപ്പെടുന്ന ഒരു ഗുരു അല്ലെങ്കിൽ റബ്ബി എന്ന സ്ഥാനത്ത് അംഗീകാരം ലഭിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് യേശുവിനെ കല്യാണത്തിന് ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ യേശുവിൻ്റെ കൂടെ ന്യായമായും കുറച്ചാളുകളെങ്കിലും ആ കല്യാണ പന്തലിലേക്ക് കടന്നു വരാൻ ഇടയാണ്. വിശുദ്ധ യോഹന്നാൻ യേശുക്രിസ്തുവിൻ്റെ പരസ്യ പ്രവർത്തനം ഈ കല്യാണ പന്തലിൽ ആരംഭിക്കുന്നതായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ഇതിന് മറ്റൊരു സാങ്കത്യം കൂടെയുണ്ട്. യേശു ഈ ലോകത്തിലേക്ക് ജഡം ധരിച്ച് ഇറങ്ങി വന്നത്, സ്വർഗം ചായ്ച്ച് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാനാണ്. അതായത് സഭയാകുന്ന മണവാട്ടിയെ സ്വീകരിക്കുവാൻ തൃത്വത്തിലെ രണ്ടാമനായ ദൈവപുത്രൻ സ്വർഗം ചായ്ച്ച് ഇറങ്ങി വന്നു. അങ്ങനെ മണവാളനും മണവാട്ടിയുമായി സഭയും യേശുവും തമ്മിലുള്ള ബന്ധത്തെ നാം കാണുകയാണ്. അങ്ങനെയെങ്കിൽ ആ വീണ്ടെടുക്കപ്പെടുന്ന സഭയുടെ, അതേ മണവാട്ടിയുടെ, ആ മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ഒരു ബന്ധം ഒരു കല്യാണ പന്തലിൽ ആരംഭിക്കുന്നത് എത്രയോ സംഗതമാണ്. ആ നിലയിലും കാനായിലെ കല്യാണ പന്തലിന് വലിയ ഒരു സ്ഥാനം കൊടുക്കുവാൻ നമുക്ക് കഴിയും എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഇവിടെ യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. അതുകൊണ്ട് ആ വീട്ടിൽ ന്യായമായി യേശുവിൻ്റെ കൂടെ വന്ന ആളുകളും കൂടെ ഉണ്ടാകുവാനാണ് സാധ്യത. 2 ആഴ്ചയോളം നീണ്ടു നിൽക്കുന്ന കല്യാണ ചടങ്ങുകൾ അന്ന് നടത്തേണ്ടി വന്നത് വധുവിൻ്റെ വീട്ടുകാരായിരുന്നു എന്നാണ് ആ കാലത്തെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് ഇത്രയും വലിയ നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾ നടത്തി അതിനാവശ്യമായ പണം കണ്ടെത്തുക അത്ര എളുപ്പമായിരുന്നില്ല. അതുകൊണ്ടെല്ലാം അവർ വളരെ കരുതിയും ലുബ്ധിച്ചും ഒക്കെ ആയിരിക്കും ശേഖരിച്ചിരുന്നത്. യഹൂദന്മാരുടെ ഒരു കഷ്ടമാണ്, ആചാരമാണ് ഇതുപോലുള്ള വിരുന്നുകളിൽ വൈൻ വിളമ്പുക എന്നുള്ളത്. അതിനുവേണ്ടി ഈ കല്യാണ വീട്ടിലും കുറച്ച് വൈൻ ക്രമീകരിച്ചിട്ടുണ്ടാകും. ഇവിടെ അത് സംബന്ധിച്ച വലിയ വിവരണങ്ങളൊന്നുമല്ല നാം കേൾക്കുന്നത്. വീഞ്ഞ് പോരാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതായി
ഏറ്റവും ആദ്യം അറിയുന്നത് അമ്മയാണ്. മറ്റാരും യേശുവിനെ അവിടെ സമീപിക്കുന്നില്ല. ഇതിനൊരു കാരണമുണ്ട്. ഈ പ്രശ്നം പരിഹരിക്കുവാൻ യേശുവിന് കഴിയും എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ആ കല്യാണ പന്തലിൽ അധികം ഉണ്ടായിരുന്നു കാണാൻ ന്യായമില്ല. എന്നാൽ അമ്മയ്ക്കറിയാം മകൻ ഈ കല്യാണ പന്തലിലുണ്ട്, ഈ വീട്ടുകാർക്ക് പ്രയാസമുണ്ടാക്കുന്നൊരു കാര്യമാണ് ഈ വേണ്ടത്ര വൈൻ അവിടെ ഇല്ലാതെ പോകുന്നു എന്നുള്ളത്. ഈ പ്രശ്നം പരിഹരിക്കാൻ തൻ്റെ മകന് കഴിയുമെന്നുള്ള ഉത്തമ ബോധ്യം മാതാവിനുള്ളതായിട്ടാണ് ഈ സംഗതി ഒരു പ്രയാസഘട്ടമായി മകനെ അറിയിക്കുന്നതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. അമ്മയ്ക്ക് ആ ഭവനക്കാരോടുള്ള പ്രത്യേക താല്പര്യവും മകൻ ഇവിടെ വേണ്ടത് പ്രവർത്തിക്കുമെന്നുള്ളതായ ഉത്തമ ബോധ്യവുമുള്ള ഒരമ്മയെയാണ് നാം ഇവിടെ കാണുന്നത്. ഇതോടൊപ്പം നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ 1-ാം അധ്യായത്തിലെ 45-46 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ എടുത്ത് വായിക്കേണ്ട കാര്യമില്ല. അവിടെ നഥാനിയേലിനെ പരിചയപ്പെടുന്ന അവസരത്തിൽ യേശുവിനെ കുറിച്ച് പറയുന്നത് യൗസേപ്പിൻ്റെയും മറിയത്തിൻ്റെയും മകനായ യേശു എന്ന ആളെക്കുറിച്ചാണ്. അപ്പോൾ അന്നത്തെ സമൂഹം സ്വാഭാവികമായും മനസ്സിലാക്കിയിരുന്നത് യേശു ജോസഫിൻ്റെയും മറിയത്തിൻ്റെയും മകൻ ആണ് എന്ന് മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, നാം വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട വളരെ ഗൗരവതരമായ ഒരു വസ്തുതയിലേക്കാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. ഈ അമ്മ യഥാർത്ഥത്തിൽ ആരാണ്? ദൈവം തിരഞ്ഞെടുത്ത സ്ത്രീയാണ്. എന്തിനാണ് ലോകാരംഭത്തിങ്കൽ തന്നെ ഈ മറിയാം എന്ന സ്ത്രീയെ യഹോവയായി ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്തത് എന്ന് നാം അറിയണം. ഉൽപ്പത്തി പുസ്തകത്തിൽ 3-ാം അധ്യായം 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ആദിമ മാതാപിതാക്കൾ ഏദൻ തോട്ടത്തിൽ ദൈവകൽപ്പന ലംഘിച്ച് വിലക്കപ്പെട്ട വൃക്ഷക്കനി തിന്നതോടുകൂടി ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയും സാത്താൻ്റെ വലയിൽ ആവുകയും ചെയ്തു. ഈ സാത്താനിൽ നിന്ന് മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുന്നതിന് യഹോവയായി ദൈവം കൊടുക്കുന്ന ഒരു വാഗ്ദത്തമാണ് ആദിമ മാതാപിതാക്കൾ കേൾക്കുന്നത്. അത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും. അപ്പോൾ മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാൻ ഒരു സന്തതി സ്ത്രീയിൽ നിന്ന് ജനിക്കണം. ആദിമകാലത്തും പഴയ നിയമകാലത്തും യഹൂദന്മാരുടെ ഇടയിലും സ്ത്രീക്ക് അത്ര നല്ല സ്ഥാനമുണ്ടായിരുന്നില്ല എന്നോർക്കുമ്പോൾ ഇവിടെ സ്ത്രീയുടെ സന്തതി എന്ന് രക്ഷകനായ ക്രിസ്തുവിനെ ആ വാക്കുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ പരിചയപ്പെടുത്തുന്നത്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും. അപ്പോൾ അങ്ങനെ ഒരു സ്ത്രീയുടെ സന്തതി വരികയും സാത്താനെ തോൽപ്പിക്കുകയും ചെയ്യുന്ന രക്ഷണ്യ പ്രവർത്തനത്തെക്കുറിച്ച് ആദിമ മാതാപിതാക്കൾക്ക് യേശുക്രിസ്തു ജനിക്കുന്നതിന് 4000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ യഹോവയായി ദൈവം മാറ്റമില്ലാത്ത വാഗ്ദത്തം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ദൈവം അന്ന് തന്നെ തിരഞ്ഞെടുത്ത് നിയോഗിച്ചിട്ടുള്ള സ്ത്രീരത്നമാണ് ശുദ്ധിമതിയായ മാതാവ്. ആ മാതാവാണ് ഇന്ന് കാനായിലെ കല്യാണ പന്തലിലുള്ളത്. ഒന്നുകൂടെ അത് നിങ്ങളുടെ അതിന് ഗൗരവം മനസ്സിലാക്കാൻ ഞാൻ ഓർപ്പിക്കട്ടെ. ദൈവം തൻ്റെ ഏകജാതനെ ലോകത്തിലേക്ക് അയക്കാൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ
തൻ്റെ രക്ഷണ്യ പ്രവർത്തനത്തിൽ തിരഞ്ഞെടുത്തിട്ടുള്ള ആ സ്ത്രീ രത്നമാണ് കാനായിലെ കല്യാണ പന്തലിൽ മകനോട് വീഞ്ഞില്ല എന്ന് പറയുന്നത്. ആ മകനാണ് സ്ത്രീയുടെ സന്തതി. പ്രിയപ്പെട്ടവരെ, ഇവിടെ നാം ഓർക്കണം, ആ സ്ത്രീ മറിയാമാണെന്നും ആ സ്ത്രീയുടെ സന്തതിയാണ് യേശു എന്നും ഈ കല്യാണ പന്തലിൽ ആർക്കെല്ലാം അറിയാം. നിങ്ങൾ ശാന്തമായി ഒന്നുകൂടെ ചിന്തിക്കണം. ഞാൻ പറഞ്ഞത്, ഉൽപ്പത്തി പുസ്തകത്തിൽ സ്ത്രീയുടെ സന്തതി എന്ന പരാമർശനത്തിൽ പറയുന്ന സ്ത്രീയാണ് ഈ മറിയാം എന്ന മാതാവും അവളുടെ അടുക്കലുള്ളതായ യേശു എന്ന മകനും എന്ന വസ്തുത ഈ കല്യാണ പന്തലിൽ ആർക്കെല്ലാം അറിയാം എന്ന് നാം ഇപ്പോൾ ആലോചിക്കേണ്ടതാണ്. യേശുവിനെ ജോസഫിൻ്റെയും മറിയയുടെയും മകനായിട്ടാണ് അപ്പോഴും ആളുകൾ തിരിച്ചറിഞ്ഞിട്ടുള്ളതെന്ന് നാം മുകളിൽ വായിച്ചു കാണുന്നു. ചുരുക്കി പറഞ്ഞാൽ, ഞാൻ സ്ത്രീയാണ്, ദൈവം തിരഞ്ഞെടുത്തിട്ടുള്ള, ദൈവനിശ്ചയപ്രകാരം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആ സ്ത്രീ ഞാനാണ് എന്നറിയുന്നത് അമ്മയാണ്. ആ സ്ത്രീയുടെ സന്തതിയായി ജനിച്ചിട്ടുള്ള യേശു, അതെ, എൻ്റെ മകൻ, ഇവൻ ദൈവപുത്രനാണ് എന്ന കാര്യം അവനും എനിക്കും മാത്രമേ അറിയൂ എന്ന ബോധ്യം ഇരുവർക്കുമുണ്ട്. മകനറിയാം, ഇവൾ എൻ്റെ അമ്മയല്ല, സ്ത്രീയാണ്, തിരഞ്ഞെടുക്കപ്പെട്ട സ്ത്രീ. മകനറിയാം, ഞാൻ വെറും ഒരു സന്തതിയല്ല, ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ്, ഈ സ്ത്രീയിൽ നിന്ന് ജന്മം കൊണ്ട ദൈവപുത്രനാണ്. അങ്ങനെ ദൈവപുത്രനും ദൈവപുത്രന് ജന്മം കൊടുത്ത സ്ത്രീയുമാണ് ഈ കല്യാണപ്പന്തലിൽ ഉള്ള രണ്ടുപേർ എന്ന് ഈ അമ്മയ്ക്കും ഈ മകനും മാത്രമേ അറിയൂ, മറ്റാർക്കും അറിഞ്ഞുകൂടാ. ഈ പശ്ചാത്തലം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നാം ഈ വസ്തുതകൾ കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങി പഠിക്കാൻ. ഇവിടെ വീഞ്ഞില്ല എന്ന് അമ്മ പറയുന്നു. ഇതേക്കുറിച്ചാണ് അടുത്തതായി നാം ചിന്തിക്കേണ്ടത്. കല്യാണ പന്തലിലേക്ക് ഇറങ്ങി എല്ലാവരുടെയും മുമ്പിൽ നിന്നുകൊണ്ട് ആ അമ്മ എല്ലാവരെയും അറിയിച്ചുകൊണ്ടാണോ ഈ വാക്ക് പറയുന്നത്? അതിനാണോ സാധ്യത? നാം അതേക്കുറിച്ചും ചിന്തിക്കേണ്ടതാണ്. ഒരു കല്യാണ വീട്ടിൽ ഏതെങ്കിലും ഒരു ഭക്ഷണ സാധനം കുറഞ്ഞാൽ ആ വീടിനെയും ആ സംരംഭത്തെയും സ്നേഹിക്കുന്ന ഒരാളും അത് പബ്ലിക്കായി വിളിച്ചു പറഞ്ഞ് ആ വീട്ടുകാർക്ക് ഒരാക്ഷേപം വരുത്താൻ തയ്യാറാവുകയില്ല. അതുകൊണ്ട് ഈ അമ്മ മകനോട് ഇക്കാര്യം പറയുന്നത് ഒരിക്കലും പരസ്യമായിട്ടല്ല എന്ന് നാം ഓർക്കണം. അമ്മയും മകനും തമ്മിലുള്ള സംഭാഷണം പൂർണ്ണമായും രഹസ്യമായിട്ടാണ്, മറ്റാരും അറിയാതെയാണ് ഈ വിവരം അമ്മ മകനോട് പറയുന്നത് എന്ന് നാം ഓർക്കണം. അങ്ങനെ ഞാൻ പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടായേക്കാം, അങ്ങനെയാണെങ്കിൽ ഈ വസ്തുത യോഹന്നാൻ എങ്ങനെ എഴുതി? മാതാവും മകനും തമ്മിലുള്ളതായ സംഭാഷണം യോഹന്നാന് രേഖപ്പെടുത്തുവാൻ എങ്ങനെ കഴിഞ്ഞു എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടാകാം. അതിനെനിക്കൊരു ഉത്തരമുണ്ട്. ഗബ്രിയേൽ മാലാഖ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് അമ്മയെ അറിയിച്ച അവസരത്തിൽ, വചനിപ്പിൻ്റെ സന്ദർഭത്തിൽ മാലാഖയും മറിയാമും മാത്രമേ അവിടെ ഉള്ളൂ. ആ സന്ദർഭത്തിലെ അവരുടെ സംഭാഷണം ലൂക്കോസാണ് രേഖപ്പെടുത്തി നമുക്ക് തരുന്നത്. ലൂക്കോസ് അവിടെ ഉണ്ടായിരുന്നില്ല. ഈ സംഭാഷണം ലൂക്കോസിനെ കിട്ടി. മറിയാം പറഞ്ഞ് ലൂക്കോസ് അതറിഞ്ഞ് എഴുതിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഈ വസ്തുതകളും വിശുദ്ധ യോഹന്നാനും മറിയാം പറഞ്ഞ് അറിഞ്ഞതാകാനേ
വഴിയുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാർ മറിയാമിനെ ശ്ലീഹന്മാരുടെ രാജ്ഞി എന്ന് വിളിക്കുന്നത്. കാരണം സുവിശേഷത്തിന് ആവശ്യമായ മാറ്റർ, ശിഷ്യന്മാർക്ക് എഴുതുവാൻ വേണ്ട അറിവ് മാതാവാണ് അവർക്ക് പകർന്നു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് പിതാക്കന്മാർ മാതാവിനെ ശ്ലീഹന്മാരെക്കാൾ ഉയർന്ന പദവിയിൽ ശ്ലീഹന്മാരുടെ രാജ്ഞി എന്ന് വിശേഷിപ്പിക്കുന്നതെന്നുകൂടെ ഈ അവസരത്തിൽ ഓർക്കുന്നത് ഉചിതമാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മകൻ്റെ അടുക്കൽ ചെന്ന് അമ്മ പറയുന്നു, ഇവർക്ക് വീഞ്ഞില്ല. അവിടെ യേശു എന്ന് വിളിക്കുന്നില്ല, മകനെ എന്ന് വിളിക്കുന്നില്ല, പ്രത്യേകിച്ച് ഒരു പദപ്രയോഗവും ഉപയോഗിക്കുന്നതായി കാണുന്നില്ല. ഒറ്റ വാക്കാണ് അമ്മ പറയുന്നത്, ഇവർക്ക് വീഞ്ഞില്ല. അതിന് യേശു പറഞ്ഞ മറുപടി നമുക്ക് ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേൾക്കാം. അതാണ് വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ടത്. അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ യേശു പറയുന്ന മറുപടിയും അമ്മ മാത്രം കേൾക്കത്തക്കവണ്ണമായിരിക്കണം. അമ്മയുടെ ചെവിയിൽ മന്ത്രിക്കുന്നത് പോലെ തന്നെയായിരിക്കണം. സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്ന് യേശു അമ്മയോട് പറയുകയാണ്. അത്രയും മാത്രമല്ല പറഞ്ഞത്, അതിനോട് ചേർന്ന് എൻ്റെ നാഴിക വന്നിട്ടില്ല എന്നുകൂടെ അവൻ ചേർത്ത് പറയുന്നു. ഈ രണ്ട് വാക്യങ്ങൾ ചേർത്ത് അതിൻ്റെ ഗൗരവം നാം മനസ്സിലാക്കണം. ഇവിടെ യേശു സ്വന്തം മാതാവിനെ അമ്മ എന്ന് വിളിക്കാതെ സ്ത്രീയെ എന്ന് വിളിക്കുന്നു. ഇത് ആധുനിക ക്രിസ്തീയ സഭകൾക്ക് വലിയ ഒരു ആയുധമാണ്. മറിയാമിനെ വെറുതെ സ്ത്രീ എന്ന നിലയിൽ യേശു വിളിക്കുന്നതായി, മറിയാമിന് യാതൊരു സ്ഥാനവും യേശു കൊടുക്കാത്തതായി ദുർവ്യാഖ്യാനം ചെയ്യുന്ന ആളുകളുണ്ട്. എന്നാൽ എന്തുകൊണ്ട് അങ്ങനെ വിളിച്ചുവെന്ന് ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇവിടെ യേശു അമ്മയെ ഓർപ്പിക്കുന്നത്, നീ സ്ത്രീയാണ്, വെറും ഒരു സ്ത്രീയല്ല, ദൈവം തിരഞ്ഞെടുത്ത് രക്ഷണ്യ പ്രവർത്തനത്തിന് ലോകാരംഭത്തിങ്കൽ തന്നെ നിയോഗിക്കപ്പെട്ട സ്ത്രീയാണ് നീ. ഞാൻ ആ സ്ത്രീയിൽ നിന്ന് ജനിച്ച തൃത്വത്തിലെ രണ്ടാമനായ സന്തതിയാണ്. ഇത് വ്യക്തമായി അമ്മയെ ഓർപ്പിക്കുവാൻ ഏറ്റവും ഒരു നല്ല പദപ്രയോഗമാണ് സ്ത്രീ എന്ന് വിളിക്കുന്നത്. സ്ത്രീ എന്ന് വിളിക്കുമ്പോൾ അമ്മയ്ക്ക് മനസ്സിലാകും, അതെ, ഞാൻ സ്ത്രീയാണ്, ദൈവത്തെ പ്രസവിച്ച മാതാവാണ്. ആ കാര്യം ഓർമ്മയിലുണ്ടോ? അതറിഞ്ഞിട്ടാണോ പറയുന്നത്? അത് നീ ഓർക്കുന്നുണ്ടോ എന്ന് ഈ ഒരൊറ്റ വാക്കുകൊണ്ട് യേശു അമ്മയെ അനുസ്മരിപ്പിക്കുന്നു എന്നാണ് നമ്മുടെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. അതോടുകൂടെ ചേർത്ത് വായിക്കുന്നതാണ്, എൻ്റെ നാഴിക വന്നിട്ടില്ല. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നാഴിക വരുന്നു, നാഴിക വരും, നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നാഴികയെക്കുറിച്ച് മാത്രം പരാമർശിക്കുന്ന 8 സന്ദർഭങ്ങളുണ്ട്. ഈ 8 സന്ദർഭങ്ങളും കർത്താവിൻ്റെ കഷ്ടാനുഭവവും ക്രൂശും മരണവും ചിത്രീകരിക്കുന്ന അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കുന്ന അവസരങ്ങളാണ്. അങ്ങനെയെങ്കിൽ ഈ നാഴികയും വ്യത്യസ്തമായിരിക്കാൻ ന്യായമില്ല. സ്ത്രീയെ, നീ ആരാണ് എന്ന് മനസ്സിലാക്കണം, ഞാൻ ആരാണ് എന്നോർക്കണം. സ്ത്രീയുടെ സന്തതി എന്ന നിലയിൽ എനിക്ക് ഇവിടെ പ്രവർത്തിക്കുവാനുള്ള നാഴിക ആയിട്ടുണ്ടോ? അതിന് സമയമായിട്ടുണ്ടോ? ഇതാണ് ആ മകൻ അവിടെ അമ്മയോട് ചോദിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. നാഴിക വന്നിട്ടില്ല എന്ന് പറയുന്നത്
നാഴിക വന്നിട്ടുണ്ടോ, സമയമായോ എന്ന ഒരു സംശയം അമ്മയുടെ മുന്നിൽ അവൻ ഉയർത്തി കാണിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം. ഇതിന് മറ്റൊരു കാരണം കൂടെ പിതാക്കന്മാർ പറയുന്നുണ്ട്. 12-ാമത്തെ വയസ്സിൽ യേശു കൂട്ടുകാരുമൊത്ത് യെരൂശലേം ദേവാലയത്തിൽ പെരുന്നാളിന് പോയി. പെരുന്നാൾ കഴിഞ്ഞ് എല്ലാവരും മടങ്ങിപ്പോരുമ്പോൾ യേശു അവിടെ ദേവാലയത്തിൽ തന്നെ ഇരുന്നു. ഒരു ദിവസത്തെ വഴി പോന്നു കഴിഞ്ഞപ്പോൾ അറിയുന്നത് അവൻ കൂടെയില്ല എന്ന്. മാതാവ് തിരിച്ചു ചെന്നു മകനെ പുരോഹിതന്മാരുടെയും ശാസ്ത്രിമാരുടെയും ഇടയിൽ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ കാണുകയാണ്. അവിടെ വെച്ച് അമ്മ അവനെ വിളിക്കുമ്പോൾ, മകനെ, നീ എന്താണ് ഇങ്ങനെ പ്രവർത്തിച്ചത്? ഞാനും നിന്റെ പിതാവും എന്തുമാത്രം വേദനിച്ചു എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഞാൻ ഇരിക്കേണ്ടതല്ലയോ, അത് ന്യായമല്ലയോ എന്ന് ചോദിക്കുന്ന ആ യേശുവിനെ നാം ഓർക്കേണ്ടിയിരിക്കും. 12-ാമത്തെ വയസ്സിൽ തന്നെ തനിക്ക് തൻ്റെ ദൗത്യത്തിലേക്ക് ഇറങ്ങാൻ സമയമായി എന്ന ഒരു ധാരണ യേശുവിൽ ഒരു പക്ഷേ ഉടലെടുത്തു കാണാം. അമ്മ ചെന്നു മകനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോരുകയാണ്. സമയമായില്ല, നാഴിക വന്നിട്ടില്ല എന്നമ്മ പറഞ്ഞതനുസരിച്ച് അമ്മയുടെ കൂടെ ഈ ദേവാലയത്തിൽ നിന്ന് മകൻ ഇറങ്ങിപ്പോന്നതാണ്. ഈ സംഗതി കൂടെ കർത്താവ് തൻ്റെ മനസ്സിൽ വെച്ചുകൊണ്ട് സ്ത്രീയെ ഓർമ്മിപ്പിക്കുന്നതാകാം, എനിക്ക് എൻ്റെ പരസ്യ പ്രവർത്തനം, രക്ഷാ ദൗത്യത്തോടുള്ളതായ എൻ്റെ ചുമതല നിർവഹിക്കേണ്ട പ്രവർത്തനം ആരംഭിക്കാൻ നാഴികയായോ, ഇത് സമയമായിട്ടുണ്ടോ, ഇതാണ് നാഴിക വന്നിട്ടില്ല എന്ന സംശയം ഉന്നയിക്കുന്നതോടുകൂടി മകൻ്റെ അടുക്കൽ ഈ അമ്മ വെളിപ്പെടുത്തുന്നത് എന്ന് നാം അറിയണം. അവിടെ മാതാവ് മൗനം ദീക്ഷിക്കുകയാണ്. ഇതിൻ്റെ മുമ്പിൽ സമയമായെന്നോ സമയമായിട്ടില്ലെന്നോ മാതാവ് ഒരു നിലപാടും എടുക്കാതെ അടുത്തതായി പറയുന്ന വാചകം നമുക്കവിടെ കേൾക്കാൻ കഴിയും. മാതാവ് എന്തു ചെയ്യുന്നു? അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അതെ, കല്യാണപ്പന്തലിലുണ്ടായിരുന്ന വേലക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറയുക. ഇത് വേലക്കാരോട് പറയുന്ന കാര്യമാണ്. മകനും അമ്മയും തമ്മിലുള്ള സംസാരം തീർന്നു. അവിടെ മാതാവ് അതിൻ്റെ തീരുമാനം എടുത്തു കഴിഞ്ഞു. ദിസ് ഈസ് ദ റിയൽ ഹവർ. This is the real hour to start the work of redemption. വീണ്ടെടുപ്പിൻ്റെ പരസ്യ പ്രവർത്തനം ആരംഭിക്കുവാൻ നാഴിക വന്നിരിക്കുന്നു എന്ന് മകന് അതെ സന്തതിക്ക് സമയം കുറിച്ചു കൊടുത്തത് അമ്മയാണ്. അത് കാനായിലെ കല്യാണ പന്തലിൽ വെച്ചാണ്. അവിടെ വെച്ച് ഇതെല്ലാം ഓർപ്പിക്കുന്നതിനാണ് അവൻ്റെ അമ്മയെ, അതെ, പഴയ നിയമ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്ന സ്ത്രീയെ, ആ സ്ത്രീയുടെ സന്തതിയായിരിക്കുന്ന കർത്താവ്, അതെ, ആ സന്തതി സ്ത്രീ എന്ന് സംബോധന ചെയ്തു. ആ ഒറ്റ വാക്കുകൊണ്ട് അമ്മയ്ക്ക് സകലവും മനസ്സിലായി. നാഴിക വന്നിട്ടുണ്ടോ എന്ന് മകൻ ചോദിക്കുന്നത് കൊണ്ടും അമ്മയ്ക്കും മുഴുവൻ കാര്യങ്ങളും മനസ്സിലായി. പ്രിയപ്പെട്ടവരെ, ഈ തരത്തിൽ വേണം നമ്മുടെ പിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്ന ഈ സംഭവത്തിലേക്ക് നാം നമ്മുടെ ശ്രദ്ധ തിരിക്കുവാൻ. ഇവിടെ പിന്നെ സംഭവിക്കുന്ന കാര്യം നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ളതാണ്. കാരണം ഈ ഭാഗം വലിയ നോമ്പിലെ പിതൃത്വ ഞായറാഴ്ച ഏവൻഗേലിയൻ ഭാഗത്ത് വായിച്ച് അനേക പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുള്ളത് കൊണ്ട് ഇതിലെ ഓരോ വാക്കുകളും എല്ലാവർക്കും ഹൃദിസ്ഥമാണ്. എങ്കിലും പിന്നീട് സംഭവിക്കുന്നത് കൂടെ നമുക്ക് വായിച്ച് കേൾക്കാം. അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2-3 പറ വീതം കൊള്ളുന്ന 6 കൽപ്പാത്രം ഉണ്ടായിരുന്നു. അവിടെ 6 കൽഭരണികൾ, ശുദ്ധീകരണത്തിനായി വെള്ളം നിറയ്ക്കുന്ന കൽഭരണികൾ കല്യാണ വീട്ടിലുണ്ടായിരുന്നു. അതൊരു യഹൂദന്മാരുടെ ഒരു ചടങ്ങാണ്. യേശു അവരോട്, ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറപ്പീൻ എന്ന് പറഞ്ഞു.
യേശു അവരോട് കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് പറയുകയാണ്. എന്തിനാണെന്ന് പോലും അവരോട് പറയുന്നില്ല, പറയാൻ ന്യായവുമില്ല. പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുവാൻ യേശു അവരോട് ആവശ്യപ്പെടുന്നു. കാരണം അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീനെന്ന് ഉത്തരവാദിത്വമുള്ള അമ്മ പണിക്കാരെ നേരത്തെ പറഞ്ഞ് ക്രമപ്പെടുത്തിയിട്ടുണ്ട്. അവർ വക്കോളം നിറച്ചു. അവർ വക്കോളവും നിറച്ചു. അവൻ്റെ കൽപ്പന പൂർണ്ണമായും അവർ അംഗീകരിച്ചു. ഭരണികളിൽ കൊള്ളാവുന്നത്ര വക്കോളവും വെള്ളം നിറച്ചു എന്നാണ്, പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് അതിൻ്റെ പൂർണ്ണതയിൽ അവർ ആ ജോലി ചെയ്തു എന്നാണ് നാം അവിടെ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ കോരി വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുപ്പീൻ എന്ന് പറഞ്ഞു. അതിനുശേഷം ആ വൈൻ വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുക്കണം. എല്ലാ കല്യാണ വീടുകളിലും ഇന്നും നമ്മുടെയൊക്കെ നാട്ടിൽ പതിവുള്ളതുപോലെ ഒരു കലവറക്കാരൻ, ഒരു വിരുന്നുവാഴി കാണും. അദ്ദേഹമാണ് അതെല്ലാം നിയന്ത്രിക്കുന്നത്. ഈ വൈൻ കൊണ്ടുപോയി വിരുന്നുവാഴിക്ക് കൊടുക്കുവാൻ കർത്താവ് കൽപ്പിക്കുന്നു. അപ്രകാരം ചെയ്യുമ്പോൾ ഈ വിരുന്നുവാഴി പറയുന്ന ഒരു വാക്കുകൂടെ വളരെ അർത്ഥവത്താണ്. നമുക്കത് കേൾക്കാം. അവർ കൊണ്ടുപോയി കൊടുത്തു. അത് എവിടെ നിന്ന് എന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. വിരുന്നുവാഴി പോലും ഈ വൈൻ എങ്ങനെയാണ് ഉണ്ടായത്, എങ്ങനെയാണ് ഇവിടെ ഈ അത്ഭുതം പ്രവർത്തിക്കപ്പെട്ടതെന്ന് അറിഞ്ഞിട്ടില്ല. ഇതാണ് ഞാൻ ആരംഭത്തിൽ പറഞ്ഞത്. ഇത് അമ്മയും മകനും തമ്മിലുള്ള ഒരു രഹസ്യ സംഭാഷണം മാത്രമായിരുന്നു. എന്നിട്ട് വിരുന്നുവാഴി എന്തു പറയുന്നു നോക്കൂ. വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുവാഴി രുചിച്ചു നോക്കിയാറെ മണവാളനെ വിളിച്ചു. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം ഇളപ്പമായതും കൊടുക്കുമാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു. ഇതിന് പിതാക്കന്മാർ പറയുന്ന വ്യാഖ്യാനവും കൂടെ ഒരു വാചകത്തിൽ ചിന്തിച്ചു പോകുന്നത് ഉചിതമെന്ന് എനിക്ക് തോന്നുകയാണ്. എല്ലാവരും നല്ല വീഞ്ഞ് കൊടുത്തതിന് ശേഷം ഇളപ്പമായത് പിന്നീടാണ് കൊടുക്കുന്നത്. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇത്രയോളം കാത്തു സൂക്ഷിച്ചുവല്ലോ എന്ന് വിരുന്നുവാഴി പറയുവാനിടയാകും. ഇളപ്പമായതും പൂർണ്ണമല്ലാത്തതും കുറവുള്ളതുമാണ് പഴയ നിയമ കാലഘട്ടമെങ്കിൽ, പുതിയ നിയമ കാലഘട്ടം എല്ലാ വിധത്തിലും പൂർണ്ണമായതും അർത്ഥവത്തായിട്ടുള്ളതും തികഞ്ഞതുമാണ് എന്ന ഒരു പാഠം അവിടെ ഈ വിരുന്നുവാഴിയിൽ കൂടെ നമുക്ക് ലഭിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ആ കല്യാണ വീടിൻ്റെ അവിടെ സംജാതമായ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. യോഹന്നാൻ ശ്ലീഹ ഇതിൻ്റെ അവസാനമായി അവിടെ എഴുതി ചേർക്കുന്ന ആ വാചകം കൂടെ നമ്മൾ ശ്രദ്ധയോടെ കേൾക്കേണ്ടതാണ്. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കനായിൽ ചെയ്ത് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. എല്ലാവരും സാധാരണ പറയാറുള്ളത് യേശു തമ്പുരാൻ പ്രവർത്തിച്ച ആദ്യത്തെ അത്ഭുതമാണ് ഇത് എന്ന നിലയിലാണ്. അത്ഭുതങ്ങളുടെ ആരംഭമായി ഇത് ചെയ്തു എന്ന് നിങ്ങളവിടെ വായിച്ച് കേട്ടിട്ടില്ല. ഇറ്റ് ഈസ് നോട്ട് എ മിറക്കിൾ, ഇറ്റ് ഈസ് ഓൺലി എ സൈൻ. ഇതൊരു അത്ഭുതമല്ല, ദിസ് ഈസ് എ സൈൻ, അടയാളമാണ്. എന്താണ് അത്ഭുതവും അടയാളവും തമ്മിലുള്ള വ്യത്യാസം? ഇതാ ഈ മേശപ്പുറത്ത് നിങ്ങൾക്ക് കാണാം അടയാളം. ക്രൂശാണ് ആ അടയാളം. കത്തോലിക്ക സഭ പോലുള്ള പാശ്ചാത്യ സഭകൾ തൂങ്ങപ്പെട്ട രൂപമുള്ള കർത്താവിൻ്റെ സ്ലീബ തങ്ങളുടെ അടയാളമായി അംഗീകരിക്കുന്നു. എന്നാൽ പൗരസ്ത്യ സഭകൾ, ഓർത്തഡോക്സ് സഭകളാകട്ടെ, ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ശ്ലീബയാണ് അടയാളമായി അംഗീകരിക്കുന്നത്. കാനായിലെ കല്യാണ പന്തലിൽ ഈ പച്ചവെള്ളത്തെ വീഞ്ഞാക്കുന്നതോടുകൂടെ യേശു പരസ്യമായി
ഈ കാൽവറി ക്രൂശിലേക്കുള്ള യാത്ര ആരംഭിച്ചു എന്നാണ് അർത്ഥം. ആത്യന്തികമായി അവൻ കാൽവറിയിൽ യാഗമായി അർപ്പിക്കപ്പെടേണ്ട കുഞ്ഞാടാണ്. ആ പാതയുടെ ആദ്യത്തെ സ്റ്റെപ്പാണ് കാനായിലെ കല്യാണപ്പന്തൽ. അവിടെ തിരുസഭയാകുന്ന മണവാട്ടിയെ ആ കല്യാണപ്പന്തലിൽ വരവേൽക്കുന്ന മണവാളൻ ഇതാ ഇനി തൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാൽവറിയിലേക്കുള്ള ആ വഴിയിൽ കൂടിയാണ്. അവിടെ കാൽവറി ക്രൂശിൽ അവൻ യാഗമായി അർപ്പിക്കപ്പെടുന്നതോടുകൂടെ കർത്താവിൻ്റെ പരസ്യ പ്രവർത്തനം ഈ ഭൂമിയിൽ അവസാനിക്കുകയും ചെയ്യും. ആ നാഴിക വന്നോ, ഇതിൻ്റെ ആരംഭം കുറിച്ചുവോ എന്നാണ് യേശു അവിടെ ചോദിക്കുന്നത്. ഈ ഭാഗത്ത് മറ്റൊരു ചെറിയ സംശയം നിങ്ങൾക്കുണ്ടാകാം. സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ഇത് ഒരു ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കാണ്. സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത് എന്നാണ് യേശു പറഞ്ഞിട്ടുള്ളത്. തമ്മിൽ എന്ന പദം അത് തെറ്റായി അവിടെ കയറി വന്നിട്ടുള്ളതാണ്. ഈ പദം വേദപുസ്തകത്തിൽ മറ്റ് ചില ഭാഗങ്ങളിലും അങ്ങനെ കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് മനഃപൂർവ്വം അങ്ങനെ ആരും ചെയ്തിട്ടുള്ളതാണ് എന്ന് വിശ്വസിക്കാൻ ഞാൻ ന്യായം കാണുന്നില്ല. ഇതിൻ്റെ ഒറിജിനൽ രൂപത്തിൽ ക്യുട്ട് മിഹി എറ്റ് ടിബി, ഇതാണ് യേശു അമ്മയോട് പറഞ്ഞ വാചകം. ക്യുട്ട് മിഹി എന്നതിനെ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്താൽ വാട്ട് ടു മീ, എറ്റ് ടിബി തർജ്ജമ ചെയ്യുമ്പോൾ വാട്ട് ടു യു. ഇത് രണ്ടും കൂടെ ചേർത്താൽ വാട്ട് ടു മീ ആൻഡ് വാട്ട് ടു യു. അതിനെ മലയാളം എടുത്താൽ എനിക്കെന്ത് നിനക്കെന്ത്. ഇത് ചേർത്താൽ എനിക്കും നിനക്കുമെന്ത്. തമ്മിൽ എന്ന പദം അവിടെ വരുന്നതേ ഇല്ല. ഈ സ്ത്രീയെ എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം അവൾ സ്ത്രീ ആയതുകൊണ്ടാണ് എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കട്ടെ. കാനായിലെ കല്യാണ പന്തലിൽ സ്ത്രീയുടെ സന്തതിക്ക് പരസ്യപ്രവർത്തനം ആരംഭിക്കാൻ സമയം കുറിച്ചു കൊടുത്തു. അങ്ങനെ പരസ്യപ്രവർത്തനം ആ കല്യാണ പന്തലിൽ അവൻ ആരംഭിക്കുമ്പോൾ സ്ത്രീയുടെ സന്തതിയായിരിക്കുന്ന രക്ഷകൻ അമ്മയായ സ്ത്രീയെ സ്ത്രീ എന്ന് സംബോധന ചെയ്തു. ഈ പരസ്യപ്രവർത്തനം കാൽവരി ക്രൂശിൽ അവസാനിക്കുന്ന സമയത്തും ക്രൂശിൽ കിടന്നുകൊണ്ട് സ്ത്രീയുടെ സന്തതിയായ രക്ഷകൻ ക്രൂശിൽ ചുവട്ടിൽ നിൽക്കുന്ന സ്ത്രീ അമ്മയെ സ്ത്രീ എന്ന് തന്നെ വിളിച്ചു. വേദപുസ്തകത്തിൽ യേശു സ്വന്തം മാതാവിനെ സ്ത്രീ എന്ന് വിളിക്കുന്നത് രണ്ട് അവസരങ്ങളിലാണ്. ഒന്ന്, കാനായിലെ കല്യാണ പന്തലിൽ അവൻ്റെ പരസ്യപ്രവർത്തനം ആരംഭിക്കുമ്പോൾ. രണ്ട്, കാൽവരി ക്രൂശിൽ ആ പരസ്യ പ്രവർത്തനം അവസാനിപ്പിക്കുമ്പോൾ. സകലതും നിവൃത്തിയായി എന്നവകാശപ്പെടുന്ന കർത്താവ് അവിടെ സ്ത്രീയോട് മറ്റൊരു രീതിയിൽ മനസ്സിലാക്കി കൊടുക്കുകയാണ് പരസ്യ പ്രവർത്തനത്തിൻ്റെ ചുമതല. ഇതോടെ സ്ത്രീയുടെ സന്തതി എന്ന നിലയിൽ പിതാവാം ദൈവം ഏൽപ്പിച്ച ദൗത്യം ഞാനിവിടെ പൂർത്തിയാക്കുന്നു എന്ന് സ്ത്രീയായ അമ്മയെ അവൻ അറിയിക്കുകയാണ്. ഇത് അല്ലാതെ മറ്റൊരു സന്ദർഭത്തിലും മാതാവിനെ സ്ത്രീ എന്ന് വിളിക്കുന്നതായി തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഈ വസ്തുത മനസ്സിലാക്കാതെ മാതാവിനെ യേശു സ്ത്രീ എന്നാണ് വിളിക്കുന്നത്, അതുകൊണ്ട് ഈ മാതാവിൻ്റെ മഹത്വം അത്രയേ ഉള്ളൂ എന്ന് ചിത്രീകരിക്കുന്ന ആളുകൾ മനസ്സിലാക്കാൻ ഈ എക്സ്പ്ലനേഷൻ മതിയാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വേദപുസ്തകത്തിൽ നിന്ന് അടർത്തിയെടുത്ത മറ്റ് ചില വാക്യങ്ങൾ കൂടി മാതാവിനെ അപഹസിക്കുവാൻ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. മാതാവിനെക്കുറിച്ചും യേശുവിനെക്കുറിച്ചുമൊക്കെ പലപ്പോഴും ജനങ്ങൾ സംസാരിക്കുന്നത്
വേദപുസ്തകത്തിൽ രേഖപ്പെടുത്താനിടയായിട്ടുണ്ട്. ഇവനെ നമുക്കറിയാമല്ലോ. ഇവൻ യൗസേപ്പിൻ്റെയും മറിയയുടെയും മകനല്ലേ? ഇവൻ്റെ സഹോദരൻ യാക്കോബ്, യോസെ എന്നിവരല്ലേ എന്നൊക്കെ പറയുന്ന ഭാഗം എടുത്തുകൊണ്ട് മാതാവ് യേശുവിനെ കൂടാതെ മറ്റ് മക്കളെ പ്രസവിച്ചിട്ടുണ്ടെന്നും പ്രസവിച്ചതിനാൽ അവൾ കന്യകയല്ലെന്നും കന്യക മറിയാം എന്നവൾ വിളിക്കാൻ പാടില്ലെന്നും യേശുവിൻ്റെ അമ്മ എന്ന് മാത്രമേ മാതാവിനെ വിളിക്കാവൂ, ദൈവമാതാവ് എന്ന് വിളിക്കാൻ പാടില്ല എന്നും മറ്റും ദുരുപദേശങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകളുടെ മുമ്പിലാണ് ഞാൻ നിങ്ങളോടിത് പറയുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയട്ടെ. യേശുവിൻ്റെ അമ്മയായ മറിയം യേശുവിനെ കൂടാതെ വേറെ മക്കളെ പ്രസവിച്ചതായി ഒരു രേഖയും വേദപുസ്തകത്തിനില്ല. എന്നാൽ യേശുവിൻ്റെ സഹോദരൻ എന്ന പദപ്രയോഗം വേദപുസ്തകത്തിലുള്ളതുകൊണ്ട് യേശുവിന് സഹോദരനുണ്ടെങ്കിൽ അമ്മ പ്രസവിച്ചിട്ടുണ്ട് എന്ന ന്യായേനയാണ് മാതാവ് മറ്റു മക്കളെയും പ്രസവിച്ചിട്ടുണ്ട് എന്ന നിരൂപണം നടത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ഗ്രീക്ക് വാക്ക് ഇവിടെ സഹോദരൻ എന്ന് പറയുന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് അബെൽഫോസ് എന്ന പദമാണ്. അബെൽഫോസ് എന്ന വാക്കിന് സഹോദരൻ, കസിൻ, ഒരു ഗോത്രത്തിലുള്ളതായ സഹോദര ബന്ധത്തിൽപ്പെട്ടവൻ എന്നെല്ലാം അർത്ഥമുണ്ട്. ഇംഗ്ലീഷിൽ കസിൻ എന്ന് പറഞ്ഞാൽ അതിന് തത്തുല്യമായ ഒരു മലയാള പദമില്ല. സഹോദരൻ അത് ബ്രദറാണ്, സിസ്റ്റർ സഹോദരിയാണ്. കസിൻ ആണോ പെണ്ണോ ആകാം, അതിന് മലയാളത്തിൽ മറ്റൊരു പദമില്ല. ആ കസിൻ എന്ന പദത്തിന് തുല്യമായ പദമാണ് അബെൽഫോസ്. യേശുവിൻ്റെ അമ്മയായ മറിയാം മറ്റ് മക്കളെ പ്രസവിച്ചിട്ടുണ്ട്. യാക്കോബും യോസയും യേശുവിൻ്റെ സഹോദരന്മാരാണെന്ന് പറയുമ്പോൾ വേദപുസ്തകം തന്നെ തരുന്ന മറ്റൊരു വാക്യം നമുക്ക് ഇവിടെ എടുക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 40-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാം, അവിടെ ഈ യാക്കോബിനും ഈ യോസയ്ക്കും അവരുടെ മാതാവായ ഒരു മറിയാമുണ്ട്. സ്ത്രീകളും ദൂരത്തു നിന്ന് നോക്കിക്കൊണ്ടിരുന്നു. അവരിൽ മഗ്ദലക്കാരത്തി മറിയയും ചെറിയ യാക്കോബിന്റെയും യോസയുടെയും അമ്മ മറിയയും യോസയുടെയും അമ്മ മറിയയും ശലോമയും ഉണ്ടായിരുന്നു. അപ്പോൾ യാക്കോബിനും യോസയ്ക്കും മറ്റൊരമ്മയുണ്ട്. ആ അമ്മയുടെ പേര് മറിയ എന്ന് തന്നെയാണ്. 16-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിലും നമുക്ക് അത് വീണ്ടും കാണാം. അതുകൂടാതെ മത്തായിയുടെ സുവിശേഷത്തിലും 27-ാം അധ്യായത്തിൻ്റെ 56-ാമത്തെ വാക്യത്തിൽ യാക്കോബിൻ്റെയും യോസയുടെയും അമ്മ മറിയം എന്ന് പ്രത്യേകം എഴുതിയിരിക്കുന്നത് നമുക്ക് വായിക്കാം. എന്താണ് തെളിവാക്കുന്നത്? യാക്കോബിനും യോസയ്ക്കും അമ്മയുണ്ട്. അവർ കർത്താവിൻ്റെ സഹോദരന്മാരാണ്. ഇതിന് പലവിധ ന്യായങ്ങൾ കാണാം. യഹൂദന്മാരുടെ കാലഘട്ടത്തിൽ ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിച്ചിരുന്നു. യൗസേപ്പിൻ്റെ മറ്റ് ഭാര്യമാരിലുള്ള മക്കളാകാം, അല്ലെങ്കിൽ ആ ഗോത്രത്തിലുള്ളതായ ആരുടെയെങ്കിലും മക്കളാകാം. യേശുവിൻ്റെ അമ്മ മറിയ പ്രസവിച്ചതാണെങ്കിൽ യാക്കോബിൻ്റെയും യോസയുടെയും അമ്മ എന്നവിടെ പറയില്ല. യേശുവിൻ്റെ അമ്മ മറിയ എന്ന് യേശുവിൻ്റെ അമ്മയെക്കുറിച്ച് പറയുന്നിടത്തല്ല വളരെ വ്യക്തമായി സുവിശേഷകൻ എഴുതുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ദുർവ്യാഖ്യാനം ഇവിടെ ആവശ്യമില്ല എന്ന് നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഏതൊരാൾക്കും ബോധ്യമാകുന്നതാണ്. അതുപോലെ തന്നെ നാം ഓർക്കേണ്ട മറ്റൊരു കാര്യമാണ്, മാതാവ് കന്യകയല്ല. നമ്മുടെ പിതാക്കന്മാർ മാതാവിൽ ജനിച്ച യേശുവിനെക്കുറിച്ച് പാടുമ്പോൾ കർണത്താൽ അവനെ കൈക്കൊണ്ട് ഉദരേ പേറി എന്ന് നാം പാടാറുണ്ട്. ദൈവവചനം ശ്രവിച്ച് തൻ്റെ ഉദരത്തിൽ
ദൈവവചനം സ്വീകരിച്ച് ആ മാതാവ് അവനെ പ്രസവിച്ചു. അതുകൊണ്ട് മാതാവിൻ്റെ കന്യാത്വത്തിന് യാതൊരു ഭംഗവും വന്നിട്ടില്ല. മാതാവ് പ്രസവിച്ചു എന്നുള്ളത് കൊണ്ടല്ല കന്യാത്വം നഷ്ടപ്പെടുന്നത്. സ്ത്രീ പുരുഷ ബന്ധം കൊണ്ടാണ് കന്യാത്വം നഷ്ടപ്പെടുന്നത്. മാതാവിൽ സ്ത്രീ പുരുഷ ബന്ധം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് കന്യക എന്ന പദം മാതാവിന് എന്നും അർഹിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് പിതാക്കന്മാർ മാതാവിനെ കന്യക എന്ന് ധൈര്യമായി സംബോധന ചെയ്യുന്നത്. മറ്റൊരു കാര്യം അവിടെ ഇനിയും നാം ഓർക്കുവാനുള്ളത്, ദൈവമാതാവ് എന്ന് മറിയാമിനെ വിളിക്കുന്നത് തെറ്റാണെന്ന് പറയുന്നവരുണ്ട്. ദൈവത്തിൻ്റെ അമ്മ എന്ന പേര് ഞാനോ നിങ്ങളോ മറിയാമിന് കൊടുത്തതല്ല. എലിസബത്തിനെ കാണുവാൻ സന്ദർശിക്കുവാൻ ചെന്നപ്പോൾ മറിയാം എലിസബത്തിനെ സന്ദർശിക്കുമ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ യേശുവിൻ്റെ മുന്നോടിയായി ജനിക്കുന്ന യോഹന്നാൻ സ്നാപകൻ അവളുടെ സാമീപ്യത്തിൽ തുള്ളിച്ചാടിയപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് എലിസബത്ത് പറഞ്ഞു, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വന്നു. ദി മദർ ഓഫ് മൈ ലോർഡ്, എൻ്റെ കർത്താവിൻ്റെ അമ്മ, ദൈവത്തിൻ്റെ മാതാവ് എന്ന പേര് അവൾക്ക് വിളിച്ചത് എലിസബത്താണ്. അതുകൊണ്ട് ആ പേര് നാം ആരും കൊടുത്തതല്ല. യേശുവിൻ്റെ മുന്നോടിയായ യോഹന്നാൻ സ്നാപകൻ്റെ അമ്മ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ കൊടുത്ത ആ പേര്, ദൈവമാതാവ് എന്നുള്ള പേര് സഭ അതുപോലെ തന്നെ അംഗീകരിക്കുക. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ നാം കണ്ട കാര്യങ്ങളുടെ ചുരുക്കം ഏതാനും വാക്യങ്ങളിൽ ഞാൻ ആവർത്തിക്കട്ടെ. ഒന്ന്, മാതാവ് യാദൃച്ഛികമായി ലോകത്ത് ജനിച്ച ഒരു സ്ത്രീയല്ല. ദൈവത്തിൻ്റെ മഹത്തരമായ രക്ഷണ്യ പ്രവർത്തനത്തിൽ ലോകാരംഭത്തിങ്കൽ തന്നെ ദൈവം തമ്പുരാൻ വേർതിരിച്ച സ്ത്രീരത്നമാണ് കന്യക മറിയാം. കാലത്തികവിൽ ആ കന്യകയിൽ നിന്ന് സ്ത്രീയുടെ സന്തതിയായി ദൈവപുത്രൻ ലോകത്തിലേക്ക് അവതരിച്ചു. ആ ദൈവപുത്രൻ്റെ ഈ ലോകത്തിലെ 3.5 വർഷം നീണ്ടു നിൽക്കുന്ന 30ാമത്തെ വയസ്സ് മുതൽ 33.5 തിരുവയസ്സ് വരെ നീണ്ടു നിൽക്കുന്ന ആ രക്ഷണ്യ പ്രവർത്തനം, അതിന് ആരംഭം കുറിച്ചു കൊടുത്തത് സ്ത്രീ, അതെ, സന്തതിക്ക് ജന്മം കൊടുത്ത സ്ത്രീ മാതാവാണ്. അതിൻ്റെ അവസാനം കാൽവരി ക്രൂശിൽ അവൻ നിർവഹിക്കുമ്പോൾ സ്ത്രീയുടെ സന്തതി സ്ത്രീയെ സ്ത്രീ എന്ന് വിളിച്ച് തൻ്റെ ദൗത്യം പൂർത്തിയാക്കുന്നതായി നാം കാണുന്നു. മാത്രമല്ല, യേശുവിനെ തൻ്റെ ശിഷ്യനായ യോഹന്നാനെ ഏൽപ്പിച്ചു കൊടുക്കുന്നതും നാം അവിടെ കാണുകയാണ്. മറിയാമിന് വേറെ മക്കളുണ്ടായിരുന്നെങ്കിൽ ശിഷ്യനെ ഏൽപ്പിക്കേണ്ടി വരികയില്ലായിരുന്നു. ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തൻ്റെ വീട്ടിൽ കൈക്കൊണ്ടു എന്ന് പറയുമ്പോൾ അതുവരെ യേശുവിനോടൊപ്പമായിരുന്ന അമ്മ അതെ യോഹന്നാൻ്റെ ഭവനത്തിലേക്ക് കൈക്കൊള്ളപ്പെട്ടിരിക്കുകയാണ് എന്നും നാം മനസ്സിലാക്കണം. അതും മറ്റു മക്കൾ മറിയാമിനുണ്ടായിരുന്നില്ല എന്ന ആ സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കട്ടെ. ലോകത്തിന് രക്ഷ പ്രദാനം ചെയ്യുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഈ സ്ത്രീ രത്നത്തിൻ്റെ ഓർമ്മയെ ഈ ശൂനോയോ നോമ്പിൻ്റെ നാളുകളിൽ നാം ആഘോഷിക്കുകയാണ്. ഈ നാളുകൾ നാം മാതാവിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും മാതാവിങ്കിലേക്ക് കൂടുതൽ പറ്റിച്ചേരുന്നതിനും സംഗതിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ച് മാതാവിനെ പോലെ ജീവിത വിശുദ്ധിയിലും വളർച്ചയിലും എത്തുവാൻ നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഭാഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഏതോ ഒരു പ്രയാസ കാലഘട്ടങ്ങളിലും നമ്മോടൊപ്പം നിന്ന്
നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുവാൻ തക്കവണ്ണം നമ്മുടെ വേദനയുടെ വാളുകൾ മാതാവ് ഒരു ഉറയായി സ്വീകരിച്ച് അതിൻ്റെ കാഠിന്യത്തെയും വേദനയെയും നമ്മിൽ നിന്ന് നീക്കിക്കളയുവാൻ ഇടയാകട്ടെ. മാതാവിൻ്റെ മധ്യസ്ഥത എനിക്കും നിങ്ങൾക്കും എന്നും കാവലും കോട്ടയുമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. കർത്താവേ, കൃപ ചെയ്യണമേ. പ്രാർത്ഥന നീ കൈക്കൊള്ളണമേ. നിൻ ദയയും നിൻ മോചനവും നിന്നറയിൽ നിൻ നീകണമേ. സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ ഓർമ്മയെ കൊണ്ടാടുന്ന അടിയങ്ങളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ കടന്നു വരുന്ന ഈ നിന്റെ ജനത്തോട് നീ കരുണ കാണിക്കണമേ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ കടന്നു വരുന്ന മരുഭൂമിയിൽ കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ നീ കാത്തുകൊള്ളണമേ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ പലവിധ ഭാരങ്ങളാലും പ്രയാസങ്ങളാലും കഷ്ടതകളാലും ദുരിതത്താലും അനുഭവിക്കുന്നവർക്ക് നീ വിടുതൽ നൽകണമേ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ രോഗികൾക്ക് നീ സൗഖ്യം കൊടുക്കണമേ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ കടക്കാരുടെ കടച്ചീട്ടിനെ കീറിക്കളയണമേ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ ജോലി നഷ്ടപ്പെടുമെന്നോർത്ത് ഭാരപ്പെടുന്നവർക്ക് നീ വഴിയും വാതിലുകളും തുറന്നു കൊടുക്കണമേ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ മേലധികാരികളുടെ പീഡനത്താൽ ഭാരപ്പെടുന്നവർക്ക് നീ ആശ്വാസവും സമാധാനവും കൊടുക്കണമേ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ മക്കളില്ലാതെ ഭാരപ്പെടുന്നവർക്ക് നീ തലമുറകളെ കൊടുക്കണമേ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ അകന്നു കഴിയുന്നവരുടെ മാനസിക പ്രയാസങ്ങളെ നീ ഇല്ലാതെയാക്കണമേ. പരിശുദ്ധ അമ്മേ, അവിടുത്തെ മധ്യസ്ഥതയാൽ ഈ പെരുന്നാൾ കൊണ്ടാടപ്പെടുന്ന അല്പമായോ അധികമായോ അധ്വാനിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുന്നവർക്ക് നിന്റെ പുത്രന്റെ അനുഗ്രഹങ്ങളാൽ 30, 60, 100 മേനി പ്രതിഫലങ്ങൾ സ്വർഗത്തിൽ നിന്ന് നൽകുമാറാകണമേ. പരിശുദ്ധ അമ്മേ, ലോകത്തെ മഹാവ്യാധിയിൽ നിന്ന് രക്ഷിക്കുവാൻ നിന്റെ പുത്രനോട് നീ അപേക്ഷിക്കണമേ. പിതാവാം ദൈവമേ, ലോകത്തോട് നീ കരുണ കാണിക്കണമേ. പുത്രനാം ദൈവമേ, ലോകത്തോട് കരുണ തോന്നണമേ. പരിശുദ്ധ റൂഹായാം ദൈവമേ, ലോക ജനതയോട് കരുണ തോന്നണമേ.